സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഇതിന് പിന്നാലെ ലക്ഷക്കണക്കിന് ആളുകളാണ് വിലയറിയാൻ ഗൂഗിളിലെത്തുന്നത്. അതോടെ ഗൂഗിൾ ട്രെൻഡ്സിലും സ്വർണ്ണവില തന്നെ മുന്നിൽ. സ്വർണത്തിന്റെ ഒരു വിലയെ കണ്ണു തള്ളിപ്പോകും. 2 ലക്ഷത്തിലേക്കുള്ള യാത്രയാണോ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ സംസ്ഥാന സ്വർണ്ണവില ഏകദേശം 20,000 രൂപയ്ക്ക് മുകളിലാണ് കൂടിയത്. മാത്രമല്ല ഒരു ദിവസം പോലും 10,000-നടുത്തുള്ള വർധനവ് രേഖപ്പെടുത്തുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടും. പവൻ വിലയിൽ ഇന്ന് തന്നെ 8,640 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇനിയും സ്വർണം കുതിക്കുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ കടുത്താൽ സ്വാഭാവികമായും ഇനിയും സ്വർണ്ണവില കുത്തനെ ഉയരും. ഈ വർഷം സ്വർണ്ണവില 2 ലക്ഷം വരെ തൊട്ടാലും അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുന്നത് സാധാരണക്കാരാണ്. കാരണം ഒരു പവൻ പോലും വാങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇന്നുള്ളത്. അതേസമയം ഉപഭോക്താക്കളെ പോലെ കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് ചെറുകിട സ്വർണ്ണ വ്യാപാരികളും. കച്ചവടം നഷ്ടത്തിലാണ്. ജ്വല്ലറി പണി തന്നെ അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലെത്തിയെന്നും അവർ പറയുന്നു. നിലവിൽ 20 പവനും 25 പവനൊക്കെ നൽകിയിരുന്ന ആളുകൾ അത് ഗണ്യമായി കുറിച്ച് 10ലേക്കും 5ലേക്കുമൊക്കെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതല്ലേ പറ്റൂ എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. സാധാരണ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു 25% ആളുകൾ മാത്രമാണ് ഇപ്പോൾ സ്വർണ്ണക്കടയിലേക്ക് വരുന്നുള്ളൂ എന്നാണ് സ്വർണ്ണ വ്യാപാരികളും പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടത്തിലാണ് വ്യാപാരം. വലിയ വില വ്യത്യാസം ഉണ്ടാകുമ്പോൾ പ്രീ ബുക്കിംഗ് എടുത്താൽ ഈ സമയത്ത് വ്യാപാരികളെ സംബന്ധിച്ച് അത് വലിയൊരു നഷ്ടത്തിലേക്ക് എത്തുമെന്നും ഇവർ പറയുന്നു. എന്തായാലും സ്വർണത്തിനെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റമാണ് ഓരോ ദിവസവും വിലയിൽ രേഖപ്പെടുത്തുന്നത്. എന്നാൽ 22 ക്യാരറ്റ് സ്വർണത്തിന് ഇത്രമേൽ വില വർദ്ധിക്കുമ്പോൾ 18 ക്യാരറ്റ് ആഭരണം ചോദിച്ചും ആളുകൾ ജ്വല്ലറികളിൽ എത്താറുണ്ട്. 22 ക്യാരറ്റിനെ അപേക്ഷിച്ച് 18 ക്യാരറ്റിന് വില കുറവാണെന്നാണ് അതിന്റെ പ്രത്യേകത. 18 ക്യാരറ്റ് സ്വർണത്തിന് 1 ഗ്രാമിന് 16,414 രൂപയാണ് ഇന്നത്തെ വില. ഇതോടെ പവന് 1,07,317 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ഇതുമാത്രമല്ല 22-നേക്കാൾ പണിക്കൂലി കൂടുതലാണ് 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് നൽകേണ്ടത്. എന്തായാലും ജനുവരി 29 എന്നത് ബ്ലാക്ക് മാർക്ക് തന്നെയാണ്. കണക്കനുസരിച്ച് കൊച്ചി, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത തുടങ്ങിയ മെട്രോ നഗരങ്ങളിലെല്ലാം സ്വർണ്ണവിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. സ്വർണം റെക്കോർഡ് വിലയിലെത്തിയതിനു പിന്നാലെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ സ്വർണ്ണവില തിരിഞ്ഞ് ഗൂഗിളിലെത്തുന്നതും എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഗൂഗിളിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 4 മണിക്കൂറിനുള്ളിൽ 5 ലക്ഷത്തിലധികം ആളുകളാണ് സ്വർണ്ണവില തേടി ഗൂഗിളിലെത്തിയത്. ഇതോടെ ഗൂഗിൾ ട്രെൻഡിലും സ്വർണ്ണവില മുന്നിലെത്തി. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം, ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യത്തകർച്ച, സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്കുള്ള വർദ്ധിച്ച ആവശ്യം എന്നിവയാണ് ഇത്തരത്തിൽ വില കുതിച്ചുയരാൻ കാരണമായി വിദഗ്ധർ പറയുന്നത്. വരും ദിവസങ്ങളിലും വിപണിയിൽ സ്വർണ്ണവില കുത്തനെ കൂടുമെന്ന് തന്നെയാണ് പറയുന്നത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.